നമസ്കാരം. സൂപ്പർ പ്രൈം ടൈം ഇന്ന് കൊല്ലത്താണ്. കൊല്ലത്ത് CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് ആശ്രാമം മൈതാനത്ത് കൊടിയേറി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയം മുൻപ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം C. കേശവൻ ടൗൺ ഹാളിന് സമീപമാണ്. ഇവിടെയാണ് നാളെ രാവിലെ 10 മണിക്ക് CPIM-ന്റെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. അല്പസമയം മുമ്പ് ദീപശിഖയിൽ അഗ്നി പകർന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ CPIM-നൊരു സംസ്ഥാന സമ്മേളനം ആരംഭിക്കുകയാണ്. പുതിയ കാലത്തെ പുതിയ വെല്ലുവിളികൾ നേരിടുന്നതിനുള്ള പുതിയ സമീപനങ്ങൾ ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. CPM-ന്റെ സംസ്ഥാന സമ്മേളന നഗരിയിൽ നിന്ന് എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം CPIM-നെ പ്രതിനിധീകരിച്ച ശ്രീ KS അരുൺകുമാർ ഉണ്ട്. ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ MG രാധാകൃഷ്ണൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ NM പിയേഴ്സൺ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ NV ബാലകൃഷ്ണൻ, മുസ്ലിം ലീഗ് നേതാവ് ശ്രീ ഷാഫി ചാലിയം അടക്കം നിരവധി പ്രമുഖരാണ് ഇന്നത്തെ ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ അരുൺകുമാർ, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ റിപ്പോർട്ടിന് ഉപരിയായി ചർച്ചയായത് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള നവരേഖയാണ്. ഈ തവണ നവകേരളത്തിനുള്ള ഈ രേഖയ്ക്കൊരു പുതുവഴി തേടുക കൂടി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ സമീപനം സ്വീകരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ മാറിയ കാലത്തിനനുസരിച്ച് CPM അതിൻ്റെ നിലപാടുകളിൽ, നയങ്ങളിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി വരുത്താൻ ഒരുങ്ങുകയാണോ? എന്താണ് ഈ പുതിയ നയരേഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിലാണ് നവകേരളത്തെ സംബന്ധിച്ചിടത്തുള്ള കാഴ്ചപ്പാട് അവതരിപ്പിച്ചത്. അതിന് വലിയ സ്വീകാര്യത കിട്ടി. ഇപ്പോൾ 3 വർഷത്തിന് ശേഷം 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൽ ഒത്തുചേരുമ്പോൾ ആ നവരേഖയുടെ ഭാഗമായി നടപ്പാക്കിയ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്കൊപ്പം ഏതെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഏറ്റവും നല്ല രൂപത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗം തേടുമ്പോൾ പുതിയ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചും വിശദീകരിക്കുകയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഒന്നാമതായിരുന്നു. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആ നേട്ടങ്ങൾ സ്വാംശീകരിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പരാതിയാണ് എല്ലാ മേഖലയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നത്. എന്നാൽ കഴിഞ്ഞ 3 വർഷം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല എടുത്ത് പരിശോധിച്ചാൽ വളരെ വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഏറ്റവും അവസാനം അന്താരാഷ്ട്ര തലത്തിലുള്ള യൂണിവേഴ്സിറ്റി തലത്തിലുള്ള എഡ്യൂക്കേഷൻ കോൺക്ലേവ് അടക്കം സംഘടിപ്പിച്ച് അതിൽ വച്ച കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ 20 എടുത്താൽ അതിൽ 4 ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പ്രധാനമായ ഒരു നയംമാറ്റം ഉണ്ടായി. അത് വിദ്യാഭ്യാസ രംഗത്തെ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ മൂലധനത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് അനുമതി കൊടുക്കുക എന്നുള്ളതാണ്. സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ എന്ന സങ്കല്പത്തെ ദീർഘകാലം നിങ്ങൾ എതിർത്തിരുന്നു, അതിനോട് വിയോജിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു നയംമാറ്റം സംഭവിച്ചു. വിദേശ യൂണിവേഴ്സിറ്റികൾ വന്നേക്കാം, ഒരു പക്ഷേ ആ നിലയ്ക്ക് നയം മാറിയേക്കാം. അങ്ങനെ ഇത് മാത്രമല്ല, കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1-ാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലെയിമായി വരുന്നത്. അപ്പോൾ CPM കൂടുതൽ പ്രോ ബിസിനസ് ആവുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് നവലിബറൽ എന്ന് വിമർശിച്ചിരുന്ന നയ സമീപനങ്ങളെ ഒരു ഭരണപക്ഷം എന്നുള്ള നിലയിൽ പുൽകേണ്ട ഒരു സന്നിഗ്ധ സാഹചര്യം പാർട്ടിക്ക് വന്നു ചേർന്നിരിക്കുകയാണെന്നുള്ളതല്ലേ ഇതിന്റെ ലളിതമായ വിശദീകരണം? അല്ല, കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖയിലടക്കം PPP മോഡലിലേക്ക് മാറണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ PPP മോഡലിന്റെ പ്രാധാന്യം അത് കൃത്യമായിട്ട് തന്നെ പരിശോധിക്കുകയും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. വലിയ ചർച്ചകൾ അതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നു. ഇപ്പോൾ കഴിഞ്ഞ ആ രേഖയിൽ വന്നിരിക്കുന്ന മുന്നേറ്റത്തെക്കുറിച്ചിട്ടാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആ രേഖ അവതരിപ്പിക്കുമ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ 28-ാമതാണ്. മാനദണ്ഡങ്ങളിൽ ചെറിയ മാറ്റം വന്നിരുന്നാലും ആ പരിശോധനയുടെ ഘട്ടത്തിലൊന്നും മാറ്റമില്ല. നമുക്കറിയാം, കഴിഞ്ഞ വർഷം അത് 15-ാം സ്ഥാനത്തായി, ഈ വർഷം 1-ാമതെത്തി. നമ്മൾ വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിരിക്കുന്നു. 3 വർഷത്തിനുള്ളിൽ 3,46,000-ഓളം പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. സ്റ്റാർട്ടപ്പ് രംഗത്തെല്ലാം ഇന്റർനാഷണൽ തലത്തിലുള്ള ആവറേജ് 46% കേരളത്തിൽ 256% ആ ആവറേജ് മാറി എന്നുള്ളത് 45 ലക്ഷം അന്താരാഷ്ട്ര കമ്പനികളുടെ കണക്കുദ്ധരിച്ചുകൊണ്ട് ശശി തരൂർ അടക്കം തന്റെ ലേഖനത്തിൽ എഴുതിയ വസ്തുതയാണ് നമ്മുടെ മുന്നിലുള്ളത്. അങ്ങ് ചോദിച്ചതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായിട്ടുള്ള മാറ്റം, അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിലും പുതിയ സംരംഭകരെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന കാര്യത്തിലും ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള മാറ്റം. ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ? ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ആ ശ്രദ്ധിക്കേണ്ട മേഖലയിൽ ഈ പുതിയ കാലഘട്ടത്തിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുക. ആ ഒരു രേഖയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാന സമൂഹമാക്കി നമ്മുടെ സമൂഹത്തെ മാറ്റുക, അതുപോലെ ഒരു നവകേരളം സൃഷ്ടിക്കുക. ലോകത്ത് എവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം ഇവിടെ ഉറപ്പുവരുത്തണം. ലോകത്ത് എവിടെയും കിട്ടുന്ന തൊഴിൽ ഈ കേരളത്തിൽ നിന്ന് ചെയ്യാൻ കഴിയണം. അതുപോലെ വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് നമ്മുടെ കൊച്ചു കേരളത്തെ കൈപിടിച്ചുയർത്താൻ അത്തരത്തിലുള്ള ഒരു കുതിപ്പ് ഉറപ്പുവരുത്താനാണ് ഈ രേഖ അവതരിപ്പിക്കുന്നത്. വലിയ മാറ്റം ഈ കേരളത്തിൽ ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. ശരി, ശ്രീ MG രാധാകൃഷ്ണൻ, ഈ സംസ്ഥാന സമ്മേളനത്തിന് തൊട്ടു മുൻപ് ഞാൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, ഇടതുപക്ഷ നിലപാടുകളെല്ലാം നടപ്പാക്കാൻ കഴിയുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്ന തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്.
ഞങ്ങളത് EMS കാലം മുതലേ തിരിച്ചറിഞ്ഞതാണ് എന്നും പാർട്ടി സെക്രട്ടറി പറയുന്നു. അപ്പോൾ ഇടതുപക്ഷ ശാഠ്യങ്ങളിൽ നിന്ന് കൂടുതൽ മുക്തമായിക്കൊണ്ട് കുറെ കൂടി ഫ്ലെക്സിബിളായ ഒരു പാർട്ടിയായി ആയിരിക്കുമോ കൊല്ലത്ത് നിന്ന് CPM മടങ്ങുക എന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ തന്നെ, സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിച്ചിരുന്ന ഒരു നയരേഖ ഉണ്ട്. പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയാണ് അത്. പൊളിറ്റിക്കൽ ആൻഡ് ഓർഗനൈസേഷൻ റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നയരേഖ. ആ രേഖയിലാണ് വാസ്തവത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിരുന്നു, പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ അടുത്ത ഒരു ചുവട് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് എന്നാണ് സൂചനകൾ. മാത്രമല്ല അത് സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ നാട്ടിൽ നടക്കുന്ന ഇപ്പൊ തന്നെ അഭിലാഷ് നടന്ന കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ പോലെ വ്യവസായ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സ്വകാര്യ സർവകലാശാലകളുടെ രംഗത്ത്, ഈ രംഗത്തൊക്കെ വാസ്തവത്തിൽ വളരെ കൃത്യമായി തന്നെ ഒരു ചുവടുമാറ്റമോ അല്ലെങ്കിൽ നേരത്തെ തന്നെ തുടങ്ങിയിരുന്ന ഒരു ചുവടുവയ്പ് കുറച്ചും കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഇപ്പോൾ ഒരു ചെറിയ അഭിപ്രായം, ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, കാരണം ഇത് എല്ലാ കാലത്തും നേരത്തെ പറഞ്ഞ പോലെ EMS കാലത്ത് 57 മുതൽ തന്നെ പറഞ്ഞിരുന്നതാണ്, ഇത് ഞങ്ങൾ ഇടതുപക്ഷ അല്ലെ കമ്മ്യൂണിസം നടപ്പാക്കുകയല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. അങ്ങനെയാണ് ഇവിടെ സ്വകാര്യ വ്യവസായങ്ങളെ മറ്റും 57 തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികൾ കൊണ്ടുവന്നതൊക്കെ. പക്ഷെ അപ്പോഴൊക്കെ ഈ മാറ്റങ്ങൾ അതിനുശേഷം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഒക്കെ നമുക്കറിയാവുന്നതാണ്. എത്രയൊക്കെ പറയുമ്പോഴും സ്വകാര്യ മേഖലയ്ക്ക് തന്നെയായിരുന്നു ഈ കാലം മുഴുവൻ അതിന്റെ മേധാവിത്വം. പക്ഷേ അവിടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. ആ രംഗത്ത് ചെയ്യുമ്പോൾ തന്നെ ജനങ്ങളെ അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരെ കൂടെ സഹായിക്കുന്ന, അവർക്ക് ഈ പ്രധാനപ്പെട്ട ഈ മാറ്റങ്ങളിൽ അവർ ഇരയാക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ, ജാഗ്രതകൾ, തയ്യാറെടുപ്പുകളൊക്കെ ഒരു പരിധി വരെ, അത് മനുഷ്യവിഭവശേഷിയുടെ വളർച്ച, ഇതിനൊക്കെ പ്രാധാന്യം നൽകിയിരുന്ന അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള അത് മുന്നോട്ട് വെച്ചിരുന്ന ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ വാസ്തവത്തിൽ കേരളത്തിന്റെ ഈ വിദ്യാഭ്യാസ രംഗത്തും വ്യാവസായിക രംഗത്തും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ സ്വകാര്യ മേഖലയോടുള്ള ആഭിമുഖ്യത്തിനെ പറ്റി മാത്രമാണ് കൂടുതൽ ഊന്നി പറയുന്നത്. മറ്റ് കേരളത്തിനെ വ്യത്യസ്തമാക്കിയിരുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം വ്യത്യസ്തമായ ഒരു കേരള മാതൃക സൃഷ്ടിച്ചത് ഈ മനുഷ്യവിഭവശേഷിയുടെയും ഏറ്റവും താഴേക്കിടയിലുള്ളവർക്കും കൂടെ സഹായം നൽകാനുള്ള ഒരു മനോഭാവത്തിന്റെയും നയങ്ങളുടെയും ഒക്കെ ഒരു സാന്നിധ്യമായിരുന്നു. ഇങ്ങനെയാണ് വാസ്തവത്തിൽ ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിധി വരെ, എല്ലാമാണെന്നല്ല പറഞ്ഞത്, ആദിവാസികളുടെയും ഷെഡ്യൂൾ കാസ്റ്റുകളുടെയും മത്സ്യത്തൊഴിലാളികളും ഒക്കെ ഈ കേരള മാതൃകയ്ക്ക് പുറത്ത് വേണ്ട പോലെ ഇടം കിട്ടാതെ പോയവരാണ്. എന്നാൽ ഒരു പരിധി വരെ ഇതൊക്കെ. അപ്പോൾ ഇപ്പോൾ വാസ്തവത്തിൽ ഇത് പൂർണ്ണമായിട്ടും ഒരു വലതുപക്ഷത്തേക്കോ അല്ലെങ്കിൽ മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു വ്യവസ്ഥയിലേക്കോ മാറുന്നതിന്റെ സൂചനകളുണ്ടോ എന്ന് സംശയിക്കാതിരിക്കാൻ വയ്യ. രാഷ്ട്രീയത്തിനപ്പുറത്താണ് വികസനം എന്നുള്ള സങ്കല്പം തന്നെ വാസ്തവത്തിൽ അപകടകരമല്ലേ എന്നും എനിക്ക് സംശയമുണ്ട്. തീർച്ചയായും ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ NM പിയേഴ്സൺ, ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് കേരളം ഭരിക്കുന്നത് ഒരു തീവ്ര വലതുപക്ഷ കക്ഷിയാണ് എന്നുള്ളതാണ്. അപ്പോൾ CPIM-നെ വേണമെങ്കിൽ ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പരമാവധി വിമർശിക്കാം എന്നുള്ളതിനപ്പുറത്ത് അത് വലതുപക്ഷ നയ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടി എന്ന വിമർശനം അർഹിക്കുന്നുണ്ടോ? ഇപ്പോൾ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുന്നു, ഇതിനു മുമ്പ് എറണാകുളത്ത് സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ കഴിഞ്ഞ ഒരു 10 കൊല്ലമായി ഭരിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ഭരണ പാർട്ടി എന്നുള്ള നിലയിലുള്ള ചില നയസൂചകങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. പുതിയ കാലത്തോട് ചേർന്ന് പോവുക എന്നുള്ളത് ഗുരുതരമായൊരു വ്യതിചലനമായി, ഒരു വലത് വ്യതിയാനമായി താങ്കളെപ്പോലുള്ള ആളുകൾ കാണുന്നുണ്ടോ? അല്ല, ഓരോ കാലത്തിനും അനുസരിച്ച് മാത്രമേ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പക്ഷേ CPM-നെയും അതേപോലെ തന്നെ CPM നയിക്കുന്ന കേരളത്തിലെ സർക്കാരുകളെയും വ്യത്യസ്തമാക്കിയിരുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, എനിക്ക് പിന്നെ സംസാരിച്ച രാഷ്ട്രം സൂചിപ്പിച്ചതുപോലെ അതൊരു ബാലൻസ്ഡായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. അതായത് നമുക്ക് വികസനം വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും മുതലാളിത്ത പാതയിലൂടെ അല്ലെങ്കിൽ വലതു പാതയിലൂടെ ചിലപ്പോൾ സഞ്ചരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ ചുമതല എന്ന് പറയുന്നത് അത് വരുന്ന സമയത്ത് തന്നെ അതിനാൽ ആർക്കൊക്കെയാണോ കൂടുതൽ ഉപദ്രവം ഉണ്ടാകുന്നത്, ആരൊക്കെയാണോ അതിനാൽ ഇരകളായിത്തീരുന്നത്, ആ ഇരകൾക്കൊപ്പം നിൽക്കുന്നതായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാകണം എന്നുള്ളതാണ്. ആ മനോഭാവം നഷ്ടപ്പെടുന്ന സമയത്താണ് പലപ്പോഴും പാർട്ടി നയിക്കുന്നതായിട്ടുള്ള സർക്കാരും വിമർശനത്തിന് വിധേയമാകുന്നത്. ഇപ്പോൾ പുതിയ നയങ്ങൾ, നിയോ ലിബറലിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്?
സമൂഹത്തെ മൊത്തമായിട്ട് വിപണിക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. വിപണി മെക്കാനിസത്തിനനുസരിച്ചിട്ട് സമൂഹം അതിൻ്റെ ഇരയായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതിനെതിരെയാണ് നിരന്തരമായിട്ട് ഇടതുപക്ഷം പ്രവർത്തിക്കുകയും ഇടതുപക്ഷം നിലനിൽക്കുകയും ചെയ്യുന്നത്. അത് പല ഘട്ടങ്ങളിലും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഈ CPM നയിക്കുന്നതായിട്ടുള്ള സർക്കാരും CPM എന്ന് പറയുന്ന പാർട്ടിയും വിമർശനത്തിന് വിധേയമാകുന്നത്. അപ്പോൾ എല്ലാം ശരിയായി എന്ന നിലക്കുള്ള പോക്ക് എന്ന് പറയുന്നത് അപകടകരമാണ്. സ്വയം വിമർശനപരമായിട്ട് അതിൽ വന്നിരിക്കുന്നതായിട്ടുള്ള വീഴ്ചകൾ തിരുത്തണം. ഇപ്പോൾ വിദേശ സർവകലാശാലകളെ സ്വീകരിക്കുന്നു. നമ്മളുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിദേശ സർവകലാശാലകളെ ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ അതിലുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ എന്തിനാണ് വിദേശത്ത് പോകുന്നത് എന്ന് തിരിച്ചറിയാത്ത തരത്തിലുള്ള തീരുമാനമായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. വിദേശത്തേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയല്ല. അവർ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ അന്വേഷിച്ച് മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിച്ച് പോകുന്നവരാണ്. ഇവിടെ വിദേശ സർവകലാശാല കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് അവർ പോകാതിരിക്കും എന്ന് നമ്മളൊരിക്കലും കരുതാൻ പാടില്ല. അത് വലിയ തരത്തിൽ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നതിൽ വന്നിരിക്കുന്ന ഒരു വീഴ്ചയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. വിദ്യാഭ്യാസം നമ്മളുടെ മികച്ചതാണ് എങ്കിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രശ്നങ്ങൾ എന്താണ്? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, നമ്മൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ളതായിട്ടുള്ള മേഖലകളിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് വന്നിരിക്കുന്ന പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് തിരുത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിമർശനപരമായിട്ട് ആ സമീപനം ആ കാര്യത്തിൽ അതുകൊണ്ട് സമൂഹത്തിനുണ്ട് എന്ന് തന്നെയാണ് വിമർശനത്തിലേക്ക് വരാം. ശ്രീ പിയേഴ്സൺ, അപ്പോൾ രണ്ടുപേരും ഉന്നയിച്ച വിമർശനങ്ങളുടെ ഒരു കോർ എന്ന് പറയുന്നത് ഒന്നാണ്. അതുകൊണ്ട് ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ശ്രീ അരുൺകുമാറിലേക്ക് വരികയാണ്. ശ്രീ അരുൺകുമാർ, ശരി, ഒരു പുതിയ മുമ്പ് നവലിബറൽ എന്ന് വിശേഷിപ്പിച്ച ചില നയ സമീപനങ്ങളിലേക്ക് പോകേണ്ടി വരുമ്പോൾ മുമ്പ് ചെയ്തിരുന്ന പല കാര്യങ്ങളിലും ഇപ്പോഴത്തെ നിലപാട് എന്താണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയുടെ 45-ാമത്തെ ഖണ്ഡിക ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലാണ്. അന്ന് 2021 ജനങ്ങളോട് പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങൾ, ഒന്ന് ക്ഷേമ പെൻഷനുകൾ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും, അങ്കണവാടി, ആശ തുടങ്ങിയ എല്ലാ സ്കീം വർക്കർമാരുടെയും വേതനം കാലോചിതമായി പരിഷ്കരിക്കും, മറ്റ് ക്ഷേമനിധി പെൻഷനുകൾ സമയബന്ധിതമായി കൊടുക്കും, വർദ്ധിപ്പിക്കും, മിനിമം കൂലി 700 രൂപയാക്കും തുടങ്ങി ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ട ക്ഷേമത്തെ ഞങ്ങൾ ഏറ്റവും പ്രധാന സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞ 4 വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ല. 1 രൂപ 2021 അപേക്ഷിച്ച് 1 രൂപ കൂട്ടിക്കൊടുക്കാൻ കഴിയുന്നില്ല. സാധാരണ മനുഷ്യർക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്നു, സമരം ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ എന്താണ് എന്ന് ഈ സർക്കാരിനെ നോക്കി ചോദിക്കുന്ന സമയത്താണ് ഞങ്ങൾ ചില കാര്യങ്ങൾക്ക് ചുവപ്പ് പരവതാനി വിരിക്കുകയാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ബാലൻസ് സാധ്യമാവാത്തത്? പ്രകടന പത്രികയിലെ 45-ാം പേജൊക്കെ താങ്കൾ ഉദ്ധരിക്കുകയാണ്. ആ പ്രകടന പത്രികയിലാകെ 900 കാര്യങ്ങളുണ്ട്. 2ാം പിണറായി സർക്കാരിന്റെ 3-ാം വർഷം, അതായത് 2024 ജൂലൈ മാസം 2-ാം തീയതി ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി. അതായത് തുടർച്ചയായിട്ടുള്ള 8ാമത്തെ പ്രോഗ്രസ് റിപ്പോർട്ടാണ്. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ 900 കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടതിൽ 721 കാര്യങ്ങൾ നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നു, അണ്ടർ പ്രോസസ്സിംഗിലാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഈ കഴിഞ്ഞ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്ത ഒരു വിഷയം അതിദാരിദ്ര്യ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ കേരളത്തിൽ എത്ര പേർ അതിദരിദ്രരായിട്ടുണ്ട് ആ സർവേ നടത്തി. അത് 61,000 കണ്ടെത്തി. അതിൽ 15,000 പേര് ഒഴികെയുള്ളവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് ഇപ്പോൾ ദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നു അടുത്തയാഴ്ച. അതേപോലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രഹ്മപുരം കത്തിയതും ഉറവിടങ്ങളിൽ തന്നെ മാലിന്യം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ച 3 വർഷമായിട്ട് ഈ കേരളത്തിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, മാലിന്യ സംസ്കരണത്തിൽ കേരളം വലിയ മോഡലായി മാതൃകയായി മുന്നേറുന്നു. അതോടൊപ്പം തന്നെ കൃഷി വ്യാപിപ്പിക്കുന്ന കാര്യത്തിലും പ്രകടന പത്രികയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നടത്തി മുന്നേറുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ പറയാം, ഇപ്പോൾ അങ്ങ് ചോദിച്ചു ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അത് കേന്ദ്ര സ്കീമാണ്. തൊഴിലാളി എന്ന പരിഗണന ഈ ആശാ വർക്കേഴ്സിന്റെ ഭാഗമായി ജോലി ചെയ്യുന്ന 10 ലക്ഷം പേർക്കും ഈ രാജ്യത്തില്ല. 26,125 പേരാണ് ഈ കേരളത്തിൽ ആശാ വർക്കേഴ്സ് ആയിട്ടുള്ളത്. അവരെല്ലാം വോളണ്ടിയർ എന്ന രൂപത്തിലാണ് അറിയപ്പെടുന്നത്. സംസ്ഥാനം കൊടുക്കുന്ന, സംസ്ഥാനം ഉയർത്തുമെന്ന് പറഞ്ഞ ഓണറേറിയം ഉയർത്താത്തതിനെ കുറിച്ച് മാത്രമാണ് ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപയായിരുന്നു അവർക്ക് കിട്ടിയ ഓണറേറിയം. ആ 1000 രൂപ കിട്ടിയില്ല. 1000 രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. 1000 രൂപയായി കൊടുത്തത് 1-ാം പിണറായി സർക്കാരാണ്. അതിനുശേഷം കൃത്യമായി 5 കൊല്ലം കൊണ്ട് അത് 5000 രൂപ 6000 രൂപയായി വർദ്ധിപ്പിച്ചു. അതായത് 5000 രൂപയുടെ വർധനവ് വരുത്തി.
രണ്ടാം പിണറായി സർക്കാർ 1000 രൂപയുടെ വർധന വരുത്തി. ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയമുള്ള ഒരു സംസ്ഥാനമായി കേരളം. പക്ഷേ ഇതുകൊണ്ട് അവരുടെ ജീവിത ചെലവ് വഹിക്കാൻ കഴിയും എന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വർദ്ധിപ്പിക്കേണ്ടി വരും. പക്ഷെ വർദ്ധിപ്പിക്കണമെങ്കിൽ സ്കീമിൽ നിന്ന് അവരെ മാറ്റി, അവരെ വോളണ്ടിയർ എന്നതിൽ നിന്ന് മാറ്റി തൊഴിലാളിയാക്കി മാറ്റണം, അവരെ ശമ്പളം നൽകുന്നവരാക്കി മാറ്റണം. അതിനുവേണ്ടി ഡൽഹി കേന്ദ്രീകരിച്ച് നവംബർ മാസത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭം CITUവിന്റെ നേതൃത്വത്തിൽ നടന്നു. ഞങ്ങൾ വാക്കുപാലിക്കും, അവരെ തൊഴിലാളി എന്ന കാറ്റഗറിയിലേക്ക് മാറ്റും, അവർക്ക് ശമ്പളം കിട്ടുന്ന തരത്തിൽ വരും, മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിലേക്ക് അവരെ കൊണ്ടുവരും. അവർക്കെല്ലാം ഉന്നത ജീവിത സൗകര്യം ഒരുക്കണം എന്ന് തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അത് പടിപടിയായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ശ്രീ NV ബാലകൃഷ്ണൻ, ഒരു സവിശേഷമായ സാഹചര്യത്തിലാണ് CPIMന്റെ ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഒരു ഭരണ പാർട്ടി എന്നുള്ള നിലയിൽ 10ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ഭരണപക്ഷമാണ് ഇടതുപക്ഷം. സ്വാഭാവികമായി ഉണ്ടാവുന്ന ജനങ്ങൾക്കുണ്ടാവുന്ന വിവിധ തരത്തിലുള്ള വിമർശനങ്ങളും മറ്റുമൊക്കെ സ്വാഭാവികമായി അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ഒരു ഭരണ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു സമര പാർട്ടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാവുകയും ചെയ്യും. അതൊരു വശത്ത്. രണ്ടാമത്തെ വശത്ത് രാജ്യവ്യാപകമായി ഉണ്ടാവുന്ന രാഷ്ട്രീയ സാഹചര്യം, ഇടതുപക്ഷം ദുർബലപ്പെടുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ത്രിപുരയിലും ബംഗാളിലും ഒന്നും ഇടതുപക്ഷത്തിന് ശക്തിയില്ല. മതേതര ശക്തികളുടെ തന്നെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ സാഹചര്യം അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ നയസമീപനം, അതല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് എങ്ങനെ പോകണമെന്ന് CPM ആലോചിക്കുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇത്രയേറെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലെ മറ്റൊന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ആ പ്രസ്ഥാനം സഹിച്ചിട്ടുള്ള ത്യാഗമുണ്ട്. സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി അവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഇതിന്റെയൊക്കെ കൂടി ഫലമാണ് ഇന്നത്തെ കേരളം എന്ന് പറയുന്നത്. അത് മാത്രമാണ് കേരളത്തെ രൂപപ്പെടുത്തിയതെന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയല്ല. കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, അതുപോലെ പല തരത്തിലുള്ള ഘടകങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് കേരളത്തിന് നമ്മൾ ഇന്ന് കാണുന്ന ഈ സവിശേഷത ഉണ്ടായത്. പക്ഷേ അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം മാറ്റങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തൊരു പ്രസ്ഥാനമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM എന്ന് പറയുന്ന അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, തങ്ങൾ നേരത്തെ പിന്തുടർന്ന നിലപാടുകൾ, അതൊക്കെ ഉപേക്ഷിച്ച് സമ്പൂർണമായ ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വളരെയേറെ ആപൽക്കരവും വേദനാജനകവുമായ ഒരു അവസ്ഥയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ 10 വർഷമായി ഭരണമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് ഞാൻ കരുതുന്നില്ല. നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അതൊരു എന്താണ് പറയുക, ഒരു പെറ്റി ബൂർഷ്വാ പാർട്ടിയായിട്ട് അത് മാറി എന്നതിനപ്പുറത്തോട്ടൊരു വിമർശനം വെക്കുന്നതിൽ കാതലുണ്ടോ എന്നുള്ളതാണ്. അത് വസ്തുതാപരമല്ല. ഒരു 1957 ഗവൺമെന്റ്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഗവൺമെന്റ്, ഈ ഗവൺമെന്റുകളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയപ്പോൾ കേരളത്തിൽ സംഭവിച്ചതെന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ തൊഴിലാളി വർഗ സ്വഭാവം നഷ്ടപ്പെടുകയും അത് ആദ്യഘട്ടത്തിൽ ഒരു മധ്യവർഗ രാഷ്ട്രീയ പാർട്ടിയായി രൂപപ്പെടുകയും മധ്യവർഗത്തിന്റെ പ്രശ്നങ്ങളെ മാത്രം അഡ്രസ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് പോകും. അപ്പോഴും പക്ഷേ നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ തൊഴിലാളി വർഗത്തിന്റെ, സാധാരണ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഒരു അങ്ങേയറ്റത്തെ വലത് ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാനും പോലും അറപ്പുണ്ടാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പോലും നടത്തുന്ന, അതായത് അടിസ്ഥാന ജനവിഭാഗത്തെ പൂർണ്ണമായി അവഗണിച്ചു കളയുന്ന ഒരു സ്വഭാവത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിത്തീരുന്നതിന്റെ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നയങ്ങൾ പോലും അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ അരുൺകുമാർ പറയുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ കേരളത്തെ ഒരു ജ്ഞാന സമൂഹമായി വികസിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം, അതിലെ വിദേശ സർവകലാശാലകളെ കുറിച്ചൊക്കെ പറയുന്നു. എനിക്ക് അരുൺകുമാറിനെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, കേരളത്തെ ഇതൊന്നും ആക്കി തീർക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് തന്നെ ഇല്ലാതാക്കുകയാണ്. നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം, നമ്മുടെ ജീവിത രീതികൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോവുകയും നമ്മൾ ഒരു വിദേശികൾക്ക് വന്ന് താമസിച്ചു പോവാനുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമായി തീരുകയും ഇവിടെ ജീവിക്കുന്ന ഒരു ജനതയുടെ ജീവിതം തന്നെ ഇല്ലാതായി പോവുകയും ചെയ്യുന്നതാണ്. നമുക്ക് നമ്മുടെ തൊട്ടപ്പുറത്താണ് തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനം. തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്ത് അവരുടെ ഭാഷ, അവരുടെ അഭിമാനമൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും കാര്യങ്ങളും പരിശോധിച്ചാൽ നമുക്ക് നമ്മുടെ ഭാഷ പോലും നഷ്ടപ്പെടുകയാണ്. മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജ്ഞാന സമുദായത്തെ കുറിച്ചൊക്കെ പറയാനുള്ള അരുൺകുമാർ, സത്യത്തിൽ ഒരു മാർക്സിസ്റ്റ് ഈ പ്രശ്നത്തെ എങ്ങനെയാണ് വിശകലനം ചെയ്യാന്നുള്ള ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം, മാർക്സിസം പറയുന്നത് ഉൽപാദന മേഖലകളുടെ വികാസത്തോടനുബന്ധിച്ചാണ്, അതിന്റെ അനുബന്ധമായിട്ടാണ് ഒരു ജ്ഞാന മേഖല അല്ലെങ്കിൽ സർവീസ് സെക്ടറൊക്കെ തന്നെ വളർന്ന് വികസിക്കുക. ഇതാണ് മാർക്സിസത്തിന്റെ ഒരു വളരെ പരിമിതമായി പറഞ്ഞാലുള്ള ഒരു കാഴ്ചപ്പാട്. നിങ്ങൾ നോക്കിയാൽ
കേരളത്തിൽ കഴിഞ്ഞ ഇത്രയും 1920 രൂപീകരിച്ച പാർട്ടിയാണെന്നാണ് CPM അവകാശപ്പെടുന്നത്. CPI അത് 25 തർക്കം ഒരു തർക്കം അവിടെ നിൽക്കുന്നു. അത് നിൽക്കട്ടെ. എന്തായാലും 1920 എന്ന CPM നിലപാട് നമ്മൾ ഉയർത്തിപ്പിടിച്ചാൽ 1920 രൂപീകരിച്ചതിന് ശേഷം നമ്മൾ ഒരു നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തൊഴിലാളി വർഗ വിപ്ലവം, അവർ മുന്നോട്ട് വെച്ച വിപ്ലവം പൂർത്തീകരിച്ച് അവർ തിരോഭവിച്ചു വിട്ടു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും ഇല്ലാതായി പോയ അവസ്ഥയുണ്ട്. പക്ഷേ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കാലത്തിനകത്ത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നോക്കൂ, നേരത്തെ നിങ്ങൾ പറഞ്ഞു കാർഷിക മേഖലയുടെ വികസനത്തിന് വേണ്ടി. കേരളത്തിൽ ഏത് കാർഷിക മേഖലയാണ് കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് വികസിച്ചത്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏത് കാർഷിക മേഖലയുടെ വികാസമാണ് പിണറായി വിജയൻ സർക്കാരിന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞത്? വെറുതെ എല്ലാവരും പാടത്തേക്ക് ചെയ്തിട്ടുള്ളത് എന്തിലായിരുന്നു ഫോക്കസ്? ഓക്കെ, ശരി, ഞാൻ ആ ചോദ്യങ്ങളിലേക്ക് വരാം. ശ്രീ ഷാഫി ചാലിയും കൂടി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ ഷാഫി ചാലി, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM പൊളിറ്റ് ബ്യൂറോ അംഗം ദേശാഭിമാനി പത്രത്തിൽ എഴുതിയ ലേഖനം ഒരുപക്ഷെ താങ്കൾ വായിച്ചിട്ടുണ്ടാവും. എങ്ങനെ ഇടതുപക്ഷം പ്രസക്തമാകുന്നു എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. അതിൽ ഇന്നത്തെ ഭാഗത്ത് അദ്ദേഹം കാതലായി ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിൻ്റെ നയവ്യതിയാനങ്ങളെക്കുറിച്ചാണ്. BJPയുടെ രാഷ്ട്രീയം വളർന്നു വരാനുള്ള ഒരു ഫെസിലിറ്റേറ്ററായി കോൺഗ്രസ് മാറുകയും മതനിരപേക്ഷ കക്ഷികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റാതാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ വാദത്തിൻ്റെ മർമ്മം. അദ്ദേഹം ഡൽഹി തെരഞ്ഞെടുപ്പാണ് ഏറ്റവും ഉദാഹരണമായി അതിന് പറയുന്നതും. ആ നിലയിൽ അദ്ദേഹം ചോദിക്കുന്നത് മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടികൾക്ക് ഇനി കോൺഗ്രസിനെ നമ്പി, കോൺഗ്രസിനെ വിശ്വസിച്ച് തുടരാൻ കഴിയുമോ? മതനിരപേക്ഷ ക്യാരക്ടർ നഷ്ടമായ ഒരു പ്രസ്ഥാനത്തെ വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കോൺഗ്രസിനേക്കാൾ വിശ്വസനീയത CPM-നാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ ലീഗ് അടക്കമുള്ള പാർട്ടികളുടെ പ്രതികരണം എന്താണ്? അതിനെ സ്വീകരിക്കുന്നോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദേശാഭിമാനിയിലെ ലേഖനം ഞാൻ വായിച്ചു. അതിൽ പുതുതായി എന്തെങ്കിലും ഉള്ളതായി എനിക്ക് തോന്നിയില്ല. അദ്ദേഹം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ച് കൊണ്ടിരിക്കുകയാണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കോൺഗ്രസിന് നേരെ ഒരു കടുത്ത ആക്രമണം തന്നെ ആ ലേഖനത്തിൽ ഉടനീളം അദ്ദേഹം നടത്തുന്നുണ്ട്. അതിൻ്റെ കാര്യകാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ പിണറായി സർക്കാരിൻ്റെ ഏകാധിപത്യ പ്രവണത, സ്വേച്ഛാധിപത്യം, നാടിൻ്റെ സ്ട്രക്ചർ തന്നെ മാറുകയാണ്. വ്യാപകമായി മയക്കുമരുന്ന് കേസുകൾ, ഇതേക്കുറിച്ചൊക്കെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിപ്രകോപനപരമായ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എല്ലാം ഒരു പ്രമേയം പാസ്സാക്കി പരിഹരിച്ച് കളയാമെന്ന ഒരു പതിവ് രീതിയാണ് അസംബ്ലിയിലടക്കം അദ്ദേഹം സ്വീകരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി കോൺഗ്രസ് പ്രസ്ഥാനത്തിനോടും അതിൻ്റെ നേതാക്കളോടുമുള്ള ഒരു വൈരാഗ്യം, ആ വൈരാഗ്യമാണ് ഇന്ന് പാർട്ടി പത്രത്തിൽ അദ്ദേഹം എഴുതി വെച്ചത്. അദ്ദേഹം ഡൽഹിയുടെ കാര്യമാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ സൂചിക്കുമ്പോൾ പല ചരിത്രങ്ങളും 1970 കാലഘട്ടങ്ങളിൽ പാലക്കാട്ട് തിരഞ്ഞെടുപ്പൊക്കെ അദ്ദേഹം ഓർമ്മിച്ചു. സംഘപരിവാറും കോൺഗ്രസും ചേർന്ന് EMSനെതിരെ മത്സരിച്ച കാലഘട്ടം പറയുന്നു. ഇതേ RSSുമായും സംഘപരിവാറുമായും യോജിച്ച് നിന്ന് തനിക്കും ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ചരിത്രത്തിൽ. അതൊക്കെ അദ്ദേഹം മനഃപൂർവ്വം വിസ്മരിക്കുകയും ചെയ്തു. മാത്രമല്ല, ഡൽഹി മദൻലാൽ ഖുറാനയാണ് ആദ്യത്തെ ഡൽഹി മുഖ്യമന്ത്രി. BJP ഇന്ത്യയിൽ ആദ്യം പിടിക്കുന്ന സ്റ്റേറ്റ് ഡൽഹിയാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ മദൻലാൽ ഖുറാനയിൽ നിന്നും ഡൽഹിയെ കോൺഗ്രസ്സാണ് പിടിക്കുന്നത്. പിന്നെ ഷീല ദീക്ഷിത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു ഡൽഹി. ആ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡൽഹിയാണ് ഈ അണ്ണാ ഹസാരെ, അരവിന്ദ് കെജ്രിവാൾ, ബാബ രാംദേവ് തുടങ്ങിയ കുറേ സംവിധാനങ്ങൾ ഈ രാജ്യത്ത് അഴിമതിയുടെ മറ്റും കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ രാജ്യത്ത് കോൺഗ്രസ് എന്ന സംവിധാനത്തിനെ ഇല്ലാതാക്കാനുള്ള വലിയ മുന്നേറ്റം നടത്തിയത്. അവർ നടത്തിയ സമരങ്ങളും അതുപോലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സ്റ്റേജിൽ നിന്ന് ബാബ രാംദേവ് ചാടുന്നതും ഒക്കെ ആയ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ കോൺഗ്രസിൽ നിന്നാണ് ആം ആദ്മി പാർട്ടി ഡൽഹി പിടിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ശേഷം തുടർച്ചയായി 2 തവണ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ഭരണത്തിലിരിക്കാൻ സാധിച്ചു. അവരുടെ രാഷ്ട്രീയ വ്യാപ്തി വർദ്ധിപ്പിച്ചു. എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഘടനയായി.
മാത്രമല്ല അതിൻ്റെ ഇൻസ്പിറേഷൻ പഞ്ചാബിലേക്ക് വ്യാപിച്ചു. പഞ്ചാബിലും കോൺഗ്രസ് ഭരണത്തിന് വീഴ്ത്തുന്ന ആപ്പാണ്. അപ്പം ചരിത്രങ്ങളൊക്കെ അയവിറക്കുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് പലപ്പോഴും അഭിലാഷ് പ്രയോഗിക്കുന്ന മാതിരി ഈ മിക്സറിൽ നിന്നും ഈ കടല മാത്രം ഇങ്ങോട്ട് തിരഞ്ഞെടുക്കുന്ന പോലെ എടുത്തതുകൊണ്ട് അത് ന്യായമായ ഒരു നിരീക്ഷണമാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ കോൺഗ്രസും ആം ആദ്മിയും സഖ്യമായി കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. പക്ഷേ വിജയിക്കാൻ സാധിച്ചില്ല എന്നൊരൊറ്റ കാരണത്താൽ അടുത്ത അസംബ്ലിയിൽ കോൺഗ്രസുമായി സഹകരിക്കില്ലെന്ന് ആം ആദ്മി പാർട്ടിയാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. അതങ്ങൾ മനസ്സിലാക്കണം. എത്ര സീറ്റുണ്ട് അതിൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് എത്ര സീറ്റ് തരാൻ ആപ്പ് തയ്യാറുണ്ട്, ചർച്ചയ്ക്ക് പോലുമില്ല എന്ന് ആദ്യം ആപ്പ് പ്രഖ്യാപിക്കുകയാണ്. പിന്നെ കോൺഗ്രസ് ഇതിൻ്റെ മുമ്പിലുള്ള മാർഗം എന്താണ്? അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ. കോൺഗ്രസ് മത്സരിക്കാതെ എല്ലായിടത്തു നിന്നും മാറിക്കണം എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് മത്സരിക്കാതെ മാറിയെന്ന സഭ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് തീരുമാനിച്ചാൽ എന്താ അവിടെ സംഭവിക്കുക? ഇവിടെ 130 സീറ്റുമായി വാദം കോൺഗ്രസ് തന്നെയാണ് മതനിരപേക്ഷ ചേരിയിൽ വിശ്വസിക്കാവുന്ന ക്രെഡിബിലിറ്റിയുള്ള പാർട്ടി എന്നുള്ളതാണല്ലോ. ആ കാര്യത്തിൽ പിണറായി വിജയന്റെ വാദം നിങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതാണല്ലോ. ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തരാം, ഒരു മിനിറ്റ് കൂടി. അതായത് പിന്നെ ഡൽഹിയാണ് ആ ആർട്ടിക്കിളിൽ 3 പാരഗ്രാഫോളം ഡൽഹി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മത്സരിക്കാനേ പാടില്ലായിരുന്നു എന്ന നിലപാടാണ്. ഇന്ത്യ സഖ്യത്തിൽ ഒരു കക്ഷിയാണിവർ, അത് നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസിൻ്റെ സമീപനങ്ങൾക്ക് ദേശാഭിമാനിയിലൂടെ പരസ്യ വിമർശനം നടത്തുകയല്ല വേണ്ടത്. ഇന്ത്യ മുന്നണി യോഗം വിളിച്ച് അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ CPIM സാധിക്കണം. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇല്ലെങ്കിൽ ആ മുന്നണിക്കകത്ത് നിന്ന് പുറത്തു പോകണം. ആ മുന്നണിയിൽ നിൽക്കുക, കോൺഗ്രസിൻ്റെ ഔദാര്യത്തിൽ രാജസ്ഥാനിലും ഹരിയാനയിലും ഒക്കെ ഓരോ സീറ്റുകൾ വിജയിക്കുക. എന്നിട്ട് ആ കോൺഗ്രസിൻ്റെ നേതാവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രിയങ്ക ഗാന്ധിനെയും മുമ്പ് രാഹുൽ ഗാന്ധിനെയും തോൽപ്പിക്കാൻ സ്ഥാനാർത്ഥികളെ മാത്രമല്ല അപരന്മാരെ വരെ നിർത്തുക. എന്തൊരു വൃത്തികേട് ആലോചിച്ച് നോക്കും നിങ്ങൾ. തൊട്ടടുത്ത സ്റ്റേറ്റായ തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ പിന്തുണയിൽ ഇവർക്ക് ജയിച്ചു വരാം, ഹരിയാനയിൽ നിന്ന് ജയിച്ചു വരാം, രാജസ്ഥാനിൽ വിജയിച്ചു വരാം. എന്തിനേറെ ഈ യൂസഫ് തരിഗാമി എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു MLA കാശ്മീരിൽ ഉണ്ടാകുന്നതിൽ പോലും കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട് എന്നാണ് ഞാൻ വായിച്ചറിവ്. ഇന്ന് കോൺഗ്രസ് ഇങ്ങനെ ഒരു CPM വിമർശനം നടത്തുന്നുണ്ടോ? എവിടെയില്ല. കോൺഗ്രസ് പലപ്പോഴും CPM ചേർത്ത് പിടിക്കാൻ, ഉദാഹരണം മരിച്ചുപോയ സീതാറാം യെച്ചൂരിയുടെ രാജ്യസഭാ കാലാവധി കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് വിമർശനം എന്നുള്ളത് സംഗതമല്ല എന്നുള്ളതാണ് താങ്കളുടെ പോയിന്റ്. നാളെയാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. നാളെ തന്നെ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന നയരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. സമ്മേളനത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് AK ബാലൻ പതാക ഉയർത്തും. തുടർന്ന് പ്രകാശ് കാരാട്ട് ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കും. അങ്ങനെ സംസ്ഥാന സമ്മേളനം ആരംഭിക്കുകയാണ്. ആ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ചർച്ച. അരുൺകുമാർ, നമ്മൾ ഈ സാമ്പത്തിക നയങ്ങളിൽ നിന്ന് രാഷ്ട്രീയ നയങ്ങളിലേക്ക് വന്നാൽ, ഇന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്ന ലേഖനത്തിൻ്റെ ഊന്നൽ കോൺഗ്രസ് വിമർശനമാണ്. അപ്പോൾ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP വിമർശനത്തെക്കാൾ കോൺഗ്രസ് വിമർശനത്തിലാണോ നിങ്ങൾ ഊന്നുന്നത്? അതാണോ അനിവാര്യമായ രാഷ്ട്രീയ സമീപനമായി CPM കാണുന്നത്? ഇപ്പോൾ കോൺഗ്രസ് ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ സംസ്ഥാനത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ കുറച്ച് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ലേഖനം. അടുത്ത കാലത്ത് നടന്ന സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ശരിക്കും പ്രതിപക്ഷ കക്ഷികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു നിലപാടെടുക്കുന്നതിന് പകരം തങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്, അതുകൊണ്ട് ഒറ്റയ്ക്കാകും എന്ന രൂപത്തിൽ BJPക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായി മാറാതെ BJPക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഹരിയാനയിലും അതുപോലെ ഡൽഹിയിലും എല്ലാം കൃത്യമായിട്ടുള്ള ഉദാഹരണം പ്രതിപാദിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയാം, ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ കേരളത്തിലായാലും അടുത്ത കാലത്ത് എത്രയോ വിവാദങ്ങൾ അനാവശ്യമായിട്ട് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നു. ഏതെങ്കിലും ഒരു ഉയർത്തിയ വിവാദം ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. കോൺഗ്രസിന്റെ ഒരു പൊസിഷൻ മനസ്സിലാക്കണമല്ലോ. ഇപ്പൊ 20 വർഷത്തെ കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കുക. 2006 തെരഞ്ഞെടുപ്പ് LDFന് 98 സീറ്റ് കിട്ടി. 2011 ആയപ്പോൾ LDFന് 68 സീറ്റ്, കേവല ഭൂരിപക്ഷത്തിന് 2 എണ്ണം കുറവ്. 2016 ആയപ്പോൾ അത് 91 സീറ്റ്. 2021 ആയപ്പോൾ അത് 99 സീറ്റ്. അപ്പോൾ 20 കൊല്ലത്തെ ചരിത്രം എടുത്താൽ ആകെ ഒരു 5 വർഷം കോൺഗ്രസ് ഭരിക്കുമ്പോൾ 2 സീറ്റിന്റെ വ്യത്യാസമാണ് അവർക്കുള്ളത്. വോട്ടിംഗ് ശതമാനമൊക്കെ എടുത്ത് പരിശോധിക്കുക. ലീഗിന്റെ പിന്തുണയോടെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ലീഗും കോൺഗ്രസും തമ്മിൽ 4-5 സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസിന്റെ ശക്തി മനസ്സിലാക്കാതെ
കോൺഗ്രസ് വലിയ വാഗ്ദാനങ്ങൾ കൊടുത്ത് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പൊതുവെ വിലയിരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ തന്നെ അടുത്ത കാലത്ത് എത്രയോ ആരോപണങ്ങളാണ് ഉന്നയിച്ച് AI ക്യാമറ, അതുപോലെ ജല മെട്രോ വന്ന വികസന പ്രവർത്തനങ്ങളെ എല്ലാം എതിർത്തു. ഇപ്പം അടുത്ത കാലത്ത് അങ്ങ് കർണാടകത്തിൽ നിന്നും കൊണ്ടുവന്ന് മദ്യത്തിന്റെ അസംസ്കൃത വസ്തു കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാഹചര്യം മുതൽ ഓരോ വികസന പ്രവർത്തനങ്ങൾ വരുമ്പോഴും നഗ്നമായിട്ട് എതിർക്കുക. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച് സ്വതന്ത്രമായി CPM-ന്റെ കരുത്തു വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയും ഇടപെടലുമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിമർശനമാണോ അതിന്റെ മർമ്മമാകേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. എന്ന് മാത്രമല്ല, നോക്കൂ, ദേശീയ തലത്തിൽ തന്നെ നിങ്ങളുടെ നയരേഖയിൽ BJP-യുടെ സ്വഭാവം, കേന്ദ്ര ഭരണകൂടത്തിന്റെ സ്വഭാവം ഫാഷിസ്റ്റിക് അല്ല, ഫാഷിസ്റ്റിക് നേച്ചർ ഉള്ളതാണ് എന്ന നിലയിലേക്ക് വരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നു. അപ്പോൾ BJP-യോടുള്ള സമീപനം എന്ത് എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് സജീവമായി പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. അല്ല, മുഖ്യ ശത്രു ഇവിടെ BJP ഉയർത്തുന്ന നയങ്ങളും BJP-യുമാണ്. RSS ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വ അജണ്ടയാണെന്ന് തന്നെയാണ് കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗമായി കൃത്യമായി സൂചിപ്പിച്ചുള്ളത്. ഇപ്പം മാതൃഭൂമി തന്നെ പത്രം ഒരു ലീഡിംഗ് വാർത്തയായി ഒരു രഹസ്യരേഖ കിട്ടി എന്ന രൂപത്തിൽ ഒരു വാർത്ത കൊണ്ടുവന്നു. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്യാൻ, പ്രത്യേകിച്ച് വെബ്സൈറ്റിൽ വെച്ച് ജനങ്ങൾക്ക് വരെ, പൊതുജനങ്ങൾക്ക് വരെ അഭിപ്രായം രേഖപ്പെടുത്താൻ പാകത്തിന് തന്നെയാണ് അത് പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചത്. ഇതിലെല്ലാം കൃത്യമായിട്ട് തന്നെ വ്യക്തമായിട്ടുണ്ട് BJP-ക്കെതിരായിട്ടുള്ള നയം, കോൺഗ്രസിന്റെ നിലപാട്, കോൺഗ്രസിനോടുള്ള നയം എല്ലാം ഞങ്ങൾ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്താനല്ല നമ്മൾ ശ്രമിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി 28 രാഷ്ട്രീയ പാർട്ടികളെ ഒറ്റ കൊടിക്കീഴിൽ കൊണ്ടുവരാൻ സീതാറാം യെച്ചൂരി അടക്കം വഹിച്ച പങ്ക് നമ്മുടെ മുന്നിലുണ്ട്. ആ പങ്ക് മറന്നുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ മുന്നണിയെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ള, ശേഷിയുള്ള പാർട്ടി എന്ന രൂപത്തിൽ കോൺഗ്രസ് ആ കടമ നിർവഹിക്കുന്നില്ല എന്ന രാഷ്ട്രീയ വിമർശനത്തെ കോൺഗ്രസ് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. മറിച്ച് അതെല്ലാം കോൺഗ്രസിനെതിരാണ് എന്ന രൂപത്തിലല്ല ചിത്രീകരിക്കേണ്ടത്. മറിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലും നയവുമാണ് കോൺഗ്രസ് തുടരുന്നത്. അതിനെ എതിർത്ത് പോകുക തന്നെ ചെയ്യും. ശ്രീ MG രാധാകൃഷ്ണൻ, സീതാറാം യെച്ചൂരി കോൺഗ്രസുമായി നല്ല ലൈസണുള്ള നേതാവായിരുന്നു. മുൻപ് ഹർകിഷൻ സിംഗ് സുർജിത്തുമായിരുന്നു. യെച്ചൂരിയുടെ വിയോഗത്തിന് ശേഷം നടക്കുന്ന സമ്മേളനങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം, അതിനുശേഷം പാർട്ടി കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിനോട് മുൻപ് സ്വീകരിച്ചിരുന്ന ഒരു സൗഹൃദ സമീപനം പോലും വേണ്ട എന്നുള്ളത് CPM-ന്റെ ഒരു ദേശീയ കാഴ്ചപ്പാടായി വരികയാണെന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അതോ കേരളത്തിലെ മുഖ്യ ശത്രു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ആണ്, അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കോൺഗ്രസിലേക്ക് കുന്തമുന തിരിച്ചു വയ്ക്കുന്നതാണോ? CPM-ന്റെ ഈ വർത്തമാനകാല സ്ഥിതിയിലെ ഒരു 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 എന്താ പറയുക, ഒരു അസന്തുലിതയുടെ ലക്ഷണമാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രകടനമാണ് ഈ കാണുന്ന ഒരു കോൺഗ്രസിനോടുള്ള ശക്തമായ വിമർശന രീതി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിലെ ഇന്നിപ്പോ CPM ഇന്ത്യയിൽ വാസ്തവത്തിൽ കേരളത്തിൽ ഉള്ളതുപോലെ ഉള്ള ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഇന്ത്യയിൽ എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ CPM-ന്റെ നയങ്ങളിൽ ഒരുപക്ഷെ അതിര് കടന്ന സ്വാധീനവും നിയന്ത്രണവും ഒരു തരത്തിലുള്ള സമ്മർദ്ദവും സ്ഥാപിക്കാൻ കേരളത്തിലെ CPM-ന് കഴിയുന്നുണ്ട് എന്നുള്ളത് ആണ് ഇപ്പോഴത്തെ ഒരു സത്യം. അത് പലതരത്തിൽ അത് നമുക്കത് പ്രകടമാണ്. അത് വ്യക്തികളുടെ കാര്യത്തിലായാലും നേതൃത്വത്തിൽ, നയങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ. മുമ്പ് CPM-ന് നേതൃത്വം എന്ന് പറഞ്ഞാൽ കേന്ദ്ര നേതൃത്വത്തിൽ വാസ്തവത്തിൽ അങ്ങനെ ഒരു ബംഗാൾ ഘടകത്തിന്റെ ഉണ്ടായിരുന്നു, കേരള ഘടകം, ഒരുപക്ഷെ അതിൻ്റെതായ ഒരു ബാലൻസ് അങ്ങനെ ഒരു ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല എന്നുള്ളതൊരു വലിയ സത്യമാണ്. കാരണം ഇന്ത്യയിൽ മുഴുവൻ ഇടതുപക്ഷം പരാജയപ്പെട്ടപ്പോഴും കഴിഞ്ഞ 10 വർഷമായിട്ടല്ല, വാസ്തവത്തിൽ 20 വർഷമായിട്ട് ഈ കേരള സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ സ്വാധീനത്തിൽ, പാർലമെന്ററി സ്വാധീനത്തിൽ നിൽക്കുന്ന പാർട്ടി CPM ആണ് എന്നുള്ളൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്വാധീനം, അപ്പോൾ കേരളത്തിലെ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളി കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് അങ്ങനെ തന്നെയാണ് തിരിച്ചും. അതിപ്പോ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രു, രാഷ്ട്രീയ ശത്രു തീർച്ചയായിട്ടും ഇടതുപക്ഷമാണ്. അപ്പോൾ കേരള രാഷ്ട്രീയം വാസ്തവത്തിൽ ഇന്ത്യയിലെ CPM-ന്റെ ദേശീയ നേതൃത്വത്തെ തന്നെ കേരള രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടുകൾ, അതിന്റെ പ്രത്യേകത, അതിന്റെ ഡൈനാമിക്സ്, അതിന്റെ പവർ ഇക്വേഷൻസ് എല്ലാം വാസ്തവത്തിൽ ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ സ്വാധീനം ചെയ്യുന്നു. അത് ഒരുപക്ഷെ വാല് തലയാട്ടുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണോ എന്നുള്ളത് മറ്റൊരു പ്രശ്നം. പക്ഷെ കാരണം അതാണ്, കേരള രാഷ്ട്രീയത്തിന്റെ സവിശേഷതകൾ, അതിൻ്റെതായ പവർ ഇക്വേഷൻസ് വാസ്തവത്തിൽ ദേശീയ തലത്തിൽ തന്നെ CPM-ന്റെ നയമായിട്ടും അതിന്റെ എന്താ പറയുക, ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റീസ് ആയിട്ടും മാറുന്ന ഒരവസ്ഥയാണ്. അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഫലമാണ് ഈ കേരളത്തിലെ
കോൺഗ്രസ് വിരുദ്ധത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത. വാസ്തവത്തിൽ ദേശീയ തലത്തിൽ തന്നെ അങ്ങനെ വരുന്നത് അതാണ് അതിന്റെ കാരണം എന്നൊരു സംശയമില്ലാത്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, തീർച്ചയായും. ശ്രീ NM പിയേഴ്സൺ, ഇപ്പോൾ മുമ്പ് CPM-ന്റെ 4 ലോക്സഭാ അംഗങ്ങളെ എടുത്താൽ കെ രാധാകൃഷ്ണൻ ഒഴികെ 3 പേരും കോൺഗ്രസ് അടങ്ങുന്ന മുന്നണിയുടെ ഭാഗമായി നിന്ന് ജയിച്ചവരാണ്. 2 തമിഴ്നാട്ടിലും 1 രാജസ്ഥാനിലെ സിക്കറിലും. വാളയാർ അതിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസും CPM-ഉം സഹോദര പാർട്ടികളാണ്. പക്ഷേ ഇപ്പോൾ CPM-ന്റെ ദേശീയ തലത്തിലെ നിലപാടും പഴയതുപോലെയുള്ള ഒരു ആൻറ്റി കോൺഗ്രസ് നിലപാടാണ്. പക്ഷേ പല സംസ്ഥാന ഘടകങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് താനും. നാഷണൽ ബൂർഷ്വാസിയോടുള്ള സമീപനം എന്ത് എന്ന വിഷയത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നത് പോലും. ഇപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എങ്കിൽ പോലും കേരള ഘടകത്തിൻ്റെ കോൺഗ്രസ് വിരുദ്ധത CPM-ന്റെ ആകെ ഇന്ത്യയിലെ ദേശീയ നിലപാടായി വരികയാണോ? താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്നോടാണ് ചോദ്യം. NM പിയേഴ്സൺ. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാണാം. ഇപ്പൊ കേൾക്കാം. ചോദ്യം കേട്ടിരുന്നോ? ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ആ ചോദ്യം ഒന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ചോദ്യം ചോദിച്ചാൽ നന്നായിരുന്നു. അല്ല, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIM-ന്റെ ദേശീയ നിലപാട് കേരളത്തിലെ പാർട്ടിയുടെ കോൺഗ്രസ് വിരുദ്ധതയായി മാറുക എന്ന നിലയിലേക്ക് വന്നോ എന്നുള്ളതാണ് ചോദ്യം. അത് അങ്ങനെയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. കാരണം കേരളത്തിലെ പാർട്ടി അല്ലാതെ മറ്റിടങ്ങളിലൊന്നും തന്നെ CPM-ന്റെ നയങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിൽ അംഗബലമോ അതേപോലെ തന്നെ നേതൃത്വബലമോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൽ എന്ത് രാഷ്ട്രീയ നിലപാടാണ് എടുക്കേണ്ടത്? ആ നിലപാട് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പൊതു നിലപാടായിട്ട് മാറുന്ന സാഹചര്യമാണ് വന്നത്. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യ ശത്രു ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കോൺഗ്രസ് എന്നാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ്സിനെതിരായിട്ടുള്ള ഒരു നിലപാട് പൊതുവെ CPM-ന്റെ ദേശീയ നിലപാടായിട്ട് വരുന്നത്. നാഷണൽ ക്വസ്റ്റ്യനൊന്നും ഇപ്പോൾ നാഷണൽ ക്വസ്റ്റ്യനോ ഇൻ്റർനാഷണൽ ക്വസ്റ്റ്യനോ ഇപ്പോൾ CPM-ന്റെ മുന്നിലില്ല. ഇപ്പോൾ ഉള്ളത് കേരള ക്വസ്റ്റ്യനാണ്. ആ കേരള ക്വസ്റ്റ്യൻ മുന്നോട്ട് വരുന്ന സമയത്താണ് കേരളത്തിലെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ രേഖയോ നയസമീപനമോ എടുക്കുന്നതിനായിട്ട് എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ നേതൃത്വതലം തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്. കാരണം അതിൻ്റെ സ്വാധീനം വല്ലാത്ത രീതിയിൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയമല്ല പ്രധാനപ്പെട്ടത്, കേരളത്തിലെ രാഷ്ട്രീയം മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു. അത് നല്ലതാണോ ചീത്തയാണെന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പാണ് പ്രധാനപ്പെട്ടത്. നിലനിൽപ്പ് കേരളത്തിലാണ്. കേരളത്തിൽ കോൺഗ്രസുമായിട്ട് ഒരിക്കലും സഖ്യത്തിലെത്താനായിട്ട് CPM-ന് കഴിയില്ല. അങ്ങനെ കഴിയാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് തന്നെ മുഖ്യശത്രു എന്ന നിലയ്ക്ക് പ്രചരണം വരികയും പ്രവർത്തനം വരികയും ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. ദേശീയ രാഷ്ട്രീയം തൽക്കാലം CPM-ന്റെ മുന്നിലില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് BJP-യോടുള്ള നയസമീപനം എന്തായിരിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ടാവുകയും BJP ഫാസിസ്റ്റ് അല്ല എന്ന പ്രഖ്യാപനം വരികയും ചെയ്യുന്നത്. ഒരു പാർട്ടി ഫാസിസ്റ്റായി തീരുന്നത് ഫാസിസ്റ്റ് സർക്കാർ നിരന്തരമായി ചെയ്യുന്നത് പോലെയുള്ള ഫിസിക്കലായ ഭൗതികമായിട്ടുള്ള പീഡനങ്ങളും ഉപദ്രവങ്ങളും നടത്തുന്നതിൻ്റെ പേരിൽ മാത്രമല്ല, അത് ഭരണഘടനാ സംവിധാനങ്ങളെ മുഴുവനും അട്ടിമറിച്ച് അതിൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഫാസിസ്റ്റ് സർക്കാരായി മാറുകയാണ് ചെയ്യുന്നത്. ഫാസിസത്തിൻ്റെ വരവാണ് നമ്മളവിടെ കാണേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ വരെ യഥാർത്ഥത്തിൽ BJP-യുടെ ഒരു യൂണിറ്റാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രിയുടെ ഒരു പ്രതിനിധി, അത് കഴിഞ്ഞതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ്. എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിനെ അവിടെ വെറുതെ നോക്കുകുത്തിയാക്കി മാറ്റി ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് BJP-യുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലമായിട്ട് മാറ്റി തീർത്തു. അത് ഫാസിസ്റ്റ് അല്ലാതെ എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ അധികം ഇക്കാര്യത്തിൽ സംസാരിക്കുന്നില്ല. ഭരണഘടനാ സംവിധാനങ്ങളെ മുഴുവനും അട്ടിമറിക്കുന്ന ആ സർക്കാരിൻ്റെ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ താത്വിക വിശകലനത്തിൽ അത് ഫാസിസ്റ്റ് തന്നെയാണ്. അവിടെ എന്തിനാണ് തർക്കം? ആ തർക്കം വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാര്യത്തിൽ വരുന്നതായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ നയസമീപനവുമായിട്ട് യോജിച്ചു പോകുന്നതാണ്. അത് കോൺഗ്രസ് വിരുദ്ധതയാണ്. കോൺഗ്രസിനെ എതിർക്കുന്ന കാര്യത്തിൽ മുന്നിൽ വെക്കുന്നതായിട്ടുള്ള ഒരു പ്രമേയമായിട്ടത് മാറുകയാണ് ചെയ്യുന്നത്. ശരി, അതാണ് അവിടുത്തെ പ്രശ്നം. ശ്രീ അരുൺകുമാർ, അവിടുത്തെ പ്രശ്നം
ദേശീയ സാർവദേശീയ കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന ഒറ്റ അജണ്ടയിലേക്ക് ആ പാർട്ടി അതിൻ്റെ നിലപാടുകളും ചുരുക്കുകയാണോ എന്നുള്ളതാണ് ഇവിടെ ഉയർന്ന വിമർശനത്തിൻ്റെ കാതൽ. ഇന്നിപ്പോൾ പിണറായി വിജയൻ പറയുന്നു മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ വിരുദ്ധ സമീപനം തിരിച്ചറിയണമെന്ന്. അപ്പോൾ മുസ്ലിം ലീഗിനൊരു മതനിരപേക്ഷ പാർട്ടിയായി കരുതുകയും അവരെ UDF നിന്ന് വേണമെങ്കിൽ വന്നോളൂ ഞങ്ങൾ സ്വീകരിക്കാമെന്നൊരു സന്ദേശം കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വിധേനയും തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന ഒരു ഒറ്റ അജണ്ടയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുരുങ്ങിയ ഒരു സമ്മേളന കാലയളവാണോ ഇത്? ആദ്യത്തെ ചോദ്യം ഇവിടെ ഈ ഫാസിസത്തിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, ഫാസിസം ഈ രാജ്യത്ത് പൂർണ്ണമായി യാഥാർത്ഥ്യമായാൽ ഇത്തരത്തിലൊരു ചർച്ച ഇവിടെ നടക്കുമോ? അഭിലാഷിന് ഇത്തരത്തിലൊരു ചർച്ച ഇവിടെ നിന്ന് നയിക്കാൻ പറ്റില്ല. പാർട്ടി സമ്മേളനം CPM ഇവിടെ നടത്താൻ പറ്റുമോ? ഒരു സമ്മേളനം ഇവിടെ നടക്കില്ല. ഫാസിസം കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ആ ഗ്യാസ് ചേമ്പറും പഴയകാല ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഫാസിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന വിലയിരുത്തൽ 100% ശരിയാണ്. ഫാസിസം എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന ഒരാൾക്ക് പോലും ഇങ്ങനെ ഈ യോഗത്തിന്റെ ഭാഗമായി ഒത്തുകൂടാനേ പറ്റില്ല. അപ്പോൾ അതാ വിലയിരുത്തലിനെ. അതൊക്കെ ശരിയാണ്. പക്ഷേ ചെണ്ട കൊട്ടി എപ്പോഴും മോദി ഫാസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ എന്നുള്ളതേ ഉള്ളൂ. ഇല്ലേ, ഒരു ചെണ്ട കൊട്ടി അറിയിച്ചിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി രേഖ, പ്രത്യേകിച്ച് പാർട്ടി സമ്മേളനത്തിൽ വരുന്ന 3 വർഷത്തേക്ക് ഞങ്ങളുടെ പ്രവർത്തന പരിപാടിക്ക് രൂപം കൊടുക്കാനുള്ള ആ നയരേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി അത് ഞങ്ങൾ ചർച്ച ചെയ്യാൻ, അതോടെ തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ, ഭേദഗതി ഉണ്ടെങ്കിൽ നിർദ്ദേശിക്കാൻ അത് പാർട്ടി കോൺഗ്രസ് അല്ലേ അംഗീകരിക്കുള്ളൂ. ഇപ്പൊ ആ കരടിൽ ആർക്കും അഭിലാഷിന് വേണമെങ്കിൽ നിർദ്ദേശം കൊടുക്കാം, ഇന്നത് മാറ്റണം, ഇന്ന വകുപ്പ് മാറ്റണം, ഇന്നത് കൂട്ടിച്ചേർക്കണം എന്ന് പറയാം. പലരും ഇപ്പം നിർദ്ദേശം അയച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു കരട് വരുമ്പോഴേക്കും CPMന്റെ നയം മാറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരമില്ലാത്ത ഒരു സമത്വസുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കുക, സോഷ്യലിസം യാഥാർത്ഥ്യമാക്കുക, കമ്മ്യൂണിസത്തിലേക്ക് നീങ്ങുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത്തരത്തിലുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജനങ്ങളുമായി ഇടപെടാനുള്ള ഒരു വേദിയായി മാത്രമാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ലോകസഭ വരും, സംസ്ഥാനം വരും, നിയമസഭ, പഞ്ചായത്തൊക്കെ വരും. അത് ആ സമയത്ത് ജനങ്ങളുമായിട്ട് ഇടപെടാനുള്ളൊരു വേദി. അതിനിടയിൽ ഞങ്ങളുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ അടർത്തിയെടുക്കാനോ ആരെങ്കിലും അങ്ങ് ഉയർത്തിപ്പിടിക്കാനോ ഇന്നത് മോശമാണെന്ന് ചിത്രീകരിക്കാനും ഒന്നും ഞങ്ങൾ തയ്യാറാകുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിന്റെ അംഗീകാരമല്ലേ 2006 ഞങ്ങൾക്ക് 140-ൽ 98 കിട്ടിയത്. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിന്റെ അംഗീകാരമല്ലേ 2016 91 കിട്ടിയത്, 2021 99 കിട്ടിയത്. ഈ കഴിഞ്ഞ ആഴ്ച നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോഴും 30-ൽ 17 ഞങ്ങൾ ജയിക്കുന്നത്. ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് നുണപ്രചരണവും വ്യാജപ്രചരണവും ചെയ്യുന്നത് തെറ്റാണെന്നും യഥാർത്ഥത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ശരിയുടെ രാഷ്ട്രീയമാണെന്നുള്ള ബോധ്യമാണ്. ഇവിടെ പട്ടിണിയില്ലാത്ത, എല്ലാവർക്കും വീടുള്ള, എല്ലാവർക്കും ക്ഷേമ പദ്ധതികൾ കിട്ടുന്ന, നിരവധി വ്യവസായങ്ങൾ വരുന്ന, എല്ലാവർക്കും തൊഴിൽ കിട്ടുന്ന ഒരു ലോകം, അത് വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്കുള്ള ലോകം സൃഷ്ടിക്കാൻ ഞങ്ങൾ പ്രയത്നിക്കുമ്പോൾ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും. അതിന് ഏതെങ്കിലും ലീഗുകാരോ കോൺഗ്രസോ ശരിക്കും കണ്ണിൽ കടി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല എന്നതാണ് പറയാനുള്ളത്. ഷാഫി ചാലിയം, കഴിഞ്ഞ 2 പതിറ്റാണ്ട് 4 നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കെടുത്താൽ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് CPMനാണ്. ഒറ്റത്തവണ 2011 അവർക്ക് ഭരണം നഷ്ടമായി എന്നത് ഒഴിച്ചാൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ വളരെ മികച്ച പ്രകടനമാണ് എന്ന കാര്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് കഴിഞ്ഞ 1 പതിറ്റാണ്ടായി ഭരണത്തിൽ നിന്ന് പുറത്താണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ നിന്നാൽ ഭരണം കിട്ടില്ല എന്നൊരു സൂചന കൂടി ആനുഷംഗികമായി വരുന്നുണ്ട്, പറയാൻ ശ്രമിക്കുന്നു CPM. അത് അല്ല, ജനാധിപത്യത്തിൽ ത്രികോണ മത്സരം ശക്തമായി നടക്കുന്ന കേരളത്തിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് ഷെയർ മതി അധികാരത്തിലെത്താൻ. ഞാൻ നേരത്തെ ആദ്യ ചർച്ചയിൽ തന്നെ പറയുകയുണ്ടായി, കേരളത്തിൽ BJP ചുവട് പിടിച്ച് മുന്നേറി വരുന്നത് ഏറ്റവും കൂടുതൽ ആശ്വാസകരമാകുന്നത് ഇടതുപക്ഷത്തിന്. അച്യുതാനന്ദന് മുഖ്യമന്ത്രിയാകുമ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ട്, അത് ആ വോട്ടിംഗ് ശതമാനം തുടർന്ന് അങ്ങോട്ടേക്ക് നമ്മൾ നോക്കുക. വോട്ട് ശതമാനത്തിൽ വോട്ട് അവർക്ക് കുറയുകയാണ്. എന്നാൽ അതേ സമയത്ത് അവർക്ക് കുറയുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് UDFന് കുറയുന്നു, അഥവാ മൈനസ് ആകപ്പെടുന്നു. എവിടേക്ക്? BJPയിലേക്ക്. ഇതാണ് ഈ കേരളത്തിൽ, അല്ലാതെ ഈ പറഞ്ഞതുപോലെയല്ല. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ലേഖനമാണല്ലോ നമ്മളെ ചർച്ചാ വിഷയം. സാധാരണ മുഖ്യമന്ത്രി എഴുതുന്ന ലേഖനങ്ങൾ ദേശീയ പ്രശ്നങ്ങളുണ്ട്, സംസ്ഥാന പ്രശ്നങ്ങളുണ്ട്, അന്താരാഷ്ട്ര പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. പ്രത്യേകിച്ച് പാലസ്തീൻ ഇഷ്യൂ, അതിന് ശക്തമായി മനുഷ്യർ പ്രതികരിക്കേണ്ട ഘട്ടങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ.
10,60,000 ആളുകളെ കൊന്നു തീർത്തു, എല്ലാ വീടുകളും തകർത്ത് കളഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇനി അവിടെ അവശേഷിക്കുന്ന ഇപ്പോ പാലസ്തീൻ ഇഷ്യൂ ആവട്ടെ, മറ്റ് അന്താരാഷ്ട്ര ഇഷ്യൂ ആവട്ടെ, ഇതൊക്കെ CPM മാത്രം പ്രതികരിക്കേണ്ട വിഷയങ്ങളാണോ? ഒരു സെക്കൻഡ്. ഇപ്പോ കോൺഗ്രസിന്റെ പ്രതികരണം ഇക്കാര്യത്തിലുണ്ടോ, അല്ലെങ്കിൽ മറ്റ് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ പ്രതികരണം ഉണ്ടോ? ഇതൊക്കെ CPM മാത്രം പ്രതികരിക്കേണ്ട വിഷയങ്ങളാണോ? അത് അരുൺകുമാർ ചോദിച്ചോളും, നിങ്ങൾ ചോദിക്കണ്ട. നിങ്ങൾ എന്തിനാ അത്ര കഷ്ടപ്പെടണേ? എനിക്ക് ഏതായാലും വളരെ കുറഞ്ഞ സമയമേയുള്ളൂ. ഞാൻ പറയട്ടെ, അരുൺകുമാറിനെ പോലുള്ള അവസരങ്ങളൊന്നും താങ്കൾ എനിക്ക് എന്തുവാകട്ടെ, എന്താ കാരണം? പാലസ്തീൻ വിഷയം ഈ ലേഖനത്തിൽ പരാമർശിക്കാൻ എന്തുകൊണ്ട് പരാമർശിക്കുന്നില്ല എന്നതിന് വേറൊരു രാഷ്ട്രീയമുണ്ട്. അത് പറയാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ ഈ ലേഖനത്തിൽ ഉടനെ സംരംഭങ്ങളുടെ എണ്ണം കൂടിയ കഥ പറയുന്നു. എന്ത് സംരംഭമാണ് കൂടിയ സമയത്ത് നാട്ടിലുള്ള കോഴിപ്പീടിയെയും ബാർബർ ഷാപ്പിനെയും ഒക്കെ കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ കണക്കല്ലേ പറഞ്ഞത്? മാത്രമല്ല, ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇവിടെ പറയണം. ഇവിടെ വ്യാവസായ രംഗത്ത് എന്തെല്ലാം അപകടങ്ങളാണ് ഈ കേരളത്തിൽ ഉണ്ടാക്കിയത് അറിയും നിങ്ങൾ? ഒരൊറ്റ കാര്യം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ പറ്റും. ഞാനും ഒരു എൻ്റർപ്രൈനറാണ്. പണ്ട് കാലത്ത് നമ്മളൊരു സംരംഭം തുടങ്ങുക, ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്പനി തുടങ്ങുക. ആ കമ്പനിക്ക് ഒരു ഡെലിവറി വണ്ടി ഉണ്ടാവും, കടയിൽ സാധനം കൊണ്ടു കൊടുക്കാൻ. ആ വണ്ടിൻ്റെ പുറത്ത് നമ്മുടെ ബ്രാൻഡ് നെയിം ഇരുഭാഗത്തൊക്കെ ഒന്ന് എഴുതി വെക്കും ഒരു സംരംഭകൻ. അന്ന് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് 20 പൈസ ആയിരുന്നു ഒരു സ്ക്വയർ ഫീറ്റിന്. അതെന്താക്കി അറിയുവന്മാർ? അത് ഒറ്റയടിക്ക് 50 പൈസയായിട്ട് എത്ര എട്ടിയെന്ന് നോക്കണം. ഇന്ന് ഒരു ഒരു ഡെലിവറി വാനിൻ്റെ പുറത്ത് ഈ ചെറുകിട സംരംഭകന് അവരുടെ പേര് എഴുതി വെക്കണമെങ്കിൽ 10-25,000 രൂപ കൊല്ലം കൊടുക്കണം. നിയമമുണ്ടാക്കിയ ആരെ രക്ഷിക്കാനത്? ചെറുകിടക്കാരെ മുഴുവൻ തകർക്കാൻ. മറ്റൊരു കാര്യം പറയും, 15 വർഷം കഴിഞ്ഞ വാഹനം, ആ വാഹനമുള്ളവൻ ഇനി അത് വീണ്ടും പുതുക്കണമെങ്കിൽ 50 ഇരട്ടിയാണ് കൂട്ടിയത്. ആരാണ് 15 കൊല്ലം കഴിഞ്ഞ വാഹനം വാങ്ങുക? മുതലാളിമാർ കൊല്ലം വാഹനം മാറ്റും, ഏറ്റവും പുതിയ മോഡൽ വാങ്ങും. പാവപ്പെട്ടവനാണ് ഒരു ആൾട്ടോ കാർ 10-12 കൊല്ലം പഴക്കമുള്ളൊരു കാറ് വാങ്ങാൻ സാധാരണക്കാരെ പോകാം. അവൻ്റെ കൊല്ലിക്കിട്ട് പിടിച്ച ഒരു സർക്കാരല്ലത്. ഇവിടെ സംരംഭം ഉണ്ടല്ലോ, ഇവിടെ വിജയിക്കുന്ന ഒരേ ഒരു സംരംഭമുള്ളൂ, അത് പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, എന്നിട്ട് പച്ച വർഗീയത പറയാം. എല്ലാ പ്രോത്സാഹനവും കേരള പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തുണ്ടാവും. അതാണ് ഇവിടുത്തെ ഏറ്റവും മികച്ച സംരംഭം. അങ്ങനെ കുറേ സംരംഭം ഇവിടെ വന്നതിൽ ഏറ്റവും വലിയ സംരംഭം, വിജയിച്ച സംരംഭം, ലക്ഷക്കണക്കിന് വരുമാനം കിട്ടുന്ന സംരംഭം, സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങുക. എന്തും വിളിച്ചു പറഞ്ഞോളൂ. നിഷ്ഠേഷമായി ഷാഫി പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ കുറേയൊക്കെ യോജിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു ഹേറ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അയാൾക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ആണെന്ന് പറയുന്നത് ശരിയാണ്. അത് നമ്മുടെ സമൂഹം ഇത്രയധികം അടിപ്പെടുന്ന ചോദിക്കുന്നു. അല്ല, അതന്നെയാണ് ഞാൻ പറഞ്ഞത്. വർഗീയതയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകനായ സ്വീകാര്യത കിട്ടുന്ന അപകടകരമായ ഒരു സമൂഹമായി കേരളം മാറുന്നു. നിങ്ങൾ അല്ല, ഞാൻ അതന്നെയല്ലേ പറയുന്നത്. ഷാഫി ചാലേം, താങ്കൾ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ചോദ്യം ചോദിക്കുന്നു, താങ്കൾ അതിന്റെ ഇരയല്ലേ? എന്റെ ചോദ്യം അതാണ്. താങ്കൾക്കെതിരെ മുഖ്യധാര മീഡിയകളോ പത്രങ്ങളോ പറയുന്നതിനെ ഈ യാതൊരു തലയും വാലില്ലാത്ത ഈ വർഗീയ യൂട്യൂബ് ചാനലാണ് ഈ കേരളത്തിലെ എല്ലാവരും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ താങ്കൾ പറഞ്ഞത് ശരിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇത്തരം ഹേറ്റ് ചാനലുകൾക്ക് സ്വീകാര്യത കിട്ടുന്ന ഒരു സമൂഹമായി കേരളം മാറുന്നത് ആശങ്കാജനകമാണെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ കേട്ടതിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഓക്കെ, ശ്രീ NV ബാലകൃഷ്ണൻ, നമുക്ക് സമീപനത്തിലേക്ക് കേരളത്തിന്റെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് ശരി കേരളത്തിന്റെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ്, കേരളത്തിലെ ആഭ്യന്തര രാഷ്ട്രീയം CPM-ന്റെ ദേശീയ നയം തീരുമാനിക്കുന്ന വിധത്തിലേക്ക് ആ പാർട്ടി സംഘടനാപരമായി ദുർബലപ്പെട്ടു എന്ന് വേണമോ കാണാൻ? അത് ഇപ്പോൾ കേരളത്തിൽ മാത്രമേ രാഷ്ട്രീയ അധികാരമുള്ളൂ, അതിൻ്റെ മാത്രം പ്രതിഫലനമാണ്? അത് കേരളത്തിലെ രാഷ്ട്രീയ അധികാരവുമായി ബന്ധപ്പെട്ട മാത്രം പ്രശ്നമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ അരുൺകുമാർ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, 1964 CPM അംഗീകരിച്ച ഒരു പാർട്ടി പരിപാടിയുണ്ട്. അദ്ദേഹം അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ അന്വേഷിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ പാർട്ടി പരിപാടി വളരെ കൃത്യമായി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഒരു ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന് വേണ്ടി നിൽക്കുകയാണ്. യാതൊരു കാരണവശാലും സംസ്ഥാനങ്ങളിലെ പാർലമെന്ററി സംവിധാനത്തിലൂടെ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റുകൾ ജനങ്ങളിൽ വ്യാമോഹമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. അതായത് തങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ജനകീയ ജനാധിപത്യമാണ്. ഞാൻ അരുൺകുമാറോട് ചോദിക്കട്ടെ, ഈ ജനകീയ ജനാധിപത്യ വിപ്ലവത്തെക്കുറിച്ച് CPM പറഞ്ഞൊരു കാര്യം CPM-ലെ റാങ്ക് ആൻഡ് ഫയലിൽ ഒരു പാർട്ടി അണികളോ അനുഭാവികളോ ആരെങ്കിലും ഓർക്കുന്ന പോലും ഉണ്ടോ? അങ്ങനെ ഒരു പ്രശ്നം അവരുടെ മുമ്പിലില്ല. പിന്നെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നത് അസംബന്ധമല്ലേ അരുൺകുമാറെ? ഒന്ന് ആലോചിച്ച് നോക്കൂ.
2014 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ വോട്ട് എത്രയാണ്? 2024 തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് എത്രയാണ്? നിങ്ങളതിന്റെ കണക്ക് ഞാൻ ഇവിടെ കൃത്യമായി ടേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു മണ്ഡലത്തിൽ 1,00,000 വോട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുറഞ്ഞത്. നേരത്തെ ഷാഫി ചാലിയൻ ചൂണ്ടിക്കാണിച്ച ഈ ത്രികോണ മത്സരത്തിന്റെ ഭാഗമായി ഇടതുപക്ഷം ജയിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങൾ നിൽക്കുന്നതിനപ്പുറത്തോട്ട് പാർലമെന്ററി രാഷ്ട്രീയത്തിലും CPI മുന്നേറുകയാണെന്ന് പറയുന്നത് അസംബന്ധമാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ CPM-ന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടോ അതിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടോ ഒറ്റ കാര്യവുമായി ബന്ധപ്പെട്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ മുഖ്യമന്ത്രി സ്ഥാനം വീണ്ടും വീണ്ടും കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ നോക്കൂ, ഈ കോൺഗ്രസിനെ എതിർക്കുന്നു കേരളത്തിൽ എന്നുള്ളതല്ല ഇതിനകത്തെ പ്രശ്നം. BJP പോലുള്ള ഒരു RSS പോലുള്ള സംഘപരിവാർ ഫാസിസത്തിന്റെ അപകടം തിരിച്ചറിഞ്ഞ് അതിനെ ചെറുക്കുക എന്ന് പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റ് ഒന്നും ആവണ്ട, അത്യാവശ്യം ജനാധിപത്യ ബോധമുള്ള ആർക്കും ചെയ്യാൻ ബാധ്യതപ്പെട്ട ഒരു സാധനമാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 2023 പാർട്ടി കോൺഗ്രസ് വന്ന സമയത്ത് അതിനകത്ത് ഇത് ഫാസിസ്റ്റിക് സ്വഭാവം ഉള്ളതാണ് എന്ന് പറയുന്നുണ്ട്. യെച്ചൂരിയുടെ ഒരു അതിനകത്തുള്ള ഇടപെടൽ, കേന്ദ്ര കമ്മിറ്റിയിലുള്ള വോട്ടെടുപ്പ്, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതങ്ങനെയാണെങ്കിൽ 2024 വരുമ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ, അതിനകത്ത് വോട്ടെടുപ്പ് നടത്തി, പ്രമേയം അവതരിപ്പിച്ച് വോട്ടെടുപ്പ് നടത്തി BJP ഫാസിസ്റ്റിക് ആണ് എന്നൊരു നിലപാട് മുന്നോട്ട് വെച്ച് സീതാറാം യെച്ചൂരിക്ക് അത് നടപ്പിലാക്കിയെടുക്കാൻ സാധിച്ചു. ഇന്നിപ്പോ 2024 പോകുന്നവരെന്താണ്? വളരെ കൃത്യമായ രേഖക്കകത്ത് പറയാണ്, ഇത് ഫാസിസ്റ്റോ നിയോ ഫാസിസ്റ്റോ ആയ ഒരു ഗവൺമെന്റ് ആണ് മോഡിയുടെ. ഞങ്ങൾ പറയുന്നില്ല, അതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫാസിസം അധികാരത്തിൽ വന്നാൽ നമുക്ക് ഈ ചർച്ച നടക്കുമോ? ശരിയാണ്, ഫാസിസം അധികാരത്തിൽ വന്നാൽ നമ്മൾ ചർച്ച നടക്കില്ല. പക്ഷെ ഫാസിസം അധികാരത്തിൽ വന്നാൽ ചർച്ച നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അരുൺകുമാറെ ഫാസിസം വരുന്ന വഴികൾ അടച്ചു വെക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മുമ്പിൽ അതിനുള്ള ഒരുപാട് അനുഭവമുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഇന്ന് ഇന്ത്യയെ പോലെ ഫാസിസ്റ്റ് സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തെ ചെറുക്കുന്നതിന് വിശാലമായ ജനാധിപത്യ സഖ്യം കെട്ടിപ്പടുക്കുകയല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു മാർഗവുമില്ല. അതായത് ഇന്ത്യയിൽ BJP എന്ന നിലയിൽ എന്തുകൊണ്ട് CPM ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ശ്രീ അരുൺകുമാർ, ഇവിടെ ഷെൻവി ബാലകൃഷ്ണൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യത്തിലേക്ക്, അതായത് പിണറായി വിജയനെ അധികാരത്തിലെത്തിക്കാനുള്ള ഒരു സംവിധാനമായി CPM മാറി എന്ന് പറഞ്ഞു. നോക്കൂ, ഇപ്പോൾ 2 ടൈം നിബന്ധനയുണ്ട് CPM-ന്. കഴിഞ്ഞ തവണ അത് കർശനമായി പാലിച്ചു. ഇത്തവണ 2 ടൈം നിബന്ധന ഒഴിവാക്കിയേക്കും എന്ന് വാർത്തകൾ വരുന്നു. പ്രായപരിധി 75 വയസ്സ് കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ പിണറായി വിജയന് മാത്രം പാർട്ടി കോൺഗ്രസ് ഇളവ് നൽകിയിരുന്നു. ആ ഇളവ് തുടർന്നേക്കാം. അങ്ങനെ മറ്റ് പാർട്ടി സഖാക്കൾക്കെല്ലാം ഒരു സമീപനവും പിണറായി വിജയന് മാത്രം മറ്റൊന്നും, അങ്ങനെ ഉണ്ടോ? ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ ഈ ഷാഫി ചാലിയം പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ടല്ലോ, ഈ സംരംഭങ്ങൾ അതാണ് ഇതാണ്, നിങ്ങൾ അത് പരിശോധിച്ചുകൊണ്ട് നടന്നോളൂ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ നടന്ന വികസനങ്ങൾ ജനങ്ങളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി സമ്മേളനം എന്ന് പറഞ്ഞാൽ കുറവുകൾ പരിശോധിക്കുക കൂടിയാണ്. ഞങ്ങളുടെ ഒരു കുറവായിട്ട് ഞങ്ങൾ കണ്ടെത്തിയത് 99 സീറ്റ് കിട്ടി ഞങ്ങൾ ഭരിക്കുമ്പോഴും ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനം 45.3 ഞങ്ങൾക്ക് അതൊരു 50% അപ്പുറത്തേക്ക് വോട്ടിംഗ് ശതമാനം സ്വതന്ത്രമായിട്ട് മാറ്റണം. അതായത് സ്വതന്ത്രമായി ഞങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പരിശോധന, വിമർശനം, സ്വയം വിമർശനം, ചൂണ്ടിക്കാണിക്കലുകളെല്ലാമായിട്ട് ഞങ്ങൾ 4 ദിവസം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ ഞങ്ങൾ പോയിക്കോളാം, നിങ്ങളിങ്ങനെ സംരംഭങ്ങൾ എണ്ണി നടന്നോളുക. രണ്ടാമത്, ഇവിടെ ശ്രീ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വിപ്ലവ പാതയും അതുപോലെ തന്നെ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെയൊക്കെ പാത ഇതൊക്കെ നമുക്കറിയാം. ജനാധിപത്യത്തിൽ ഇടപെടുന്നത്, തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നത്, ഇതൊക്കെ ഞങ്ങൾ കൃത്യമായി 3 കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെ കൂടി ഞങ്ങളുടെ പാർട്ടി പരിപാടിയൊക്കെ പരിശോധിച്ച് കൃത്യമായി പോകുന്നുണ്ടല്ലോ. മറ്റൊരു സംഘടനയ്ക്കും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാൻ പോലും, ഒരു വേദിയിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളപ്പോഴാണ് താങ്കൾ ഇതൊക്കെ പറയുന്നത്. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, അതൊക്കെ 2 ടേമാണോ, അതുകൊണ്ട് വയസ്സ്, മറ്റ് കാര്യങ്ങളെല്ലാം അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ അഖിലേന്ത്യാ PB അംഗം പ്രകാശ് കാരാട്ട് തന്നെ, ദേശീയ കോർഡിനേറ്റർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, അതാത് സംസ്ഥാനങ്ങളിൽ മൂർത്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മൂർത്തമായിട്ടുള്ള തീരുമാനമെടുക്കും. അതൊക്കെ ഈ പുറത്തു വന്നിരിക്കുന്ന വാർത്തകളെല്ലാം ഊഹാഭോഗങ്ങൾ തന്നെയാണ്. ഏറ്റവും നന്നായി ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച് കൂടുതൽ വിഭാഗം ആളുകളുടെ പാർട്ടിയായി ഏറ്റവും ശക്തമായിട്ടുള്ള പ്രസ്ഥാനമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരാൾക്കും പട്ടിണിയില്ലാത്ത, ഒരാൾക്കും തൊഴിലില്ലാത്ത സാഹചര്യം ഇല്ലാത്ത, ആർക്കും വിദ്യാഭ്യാസം നിഷേധിക്കാതെ എല്ലാവർക്കും സന്തോഷത്തോടെ ഏറ്റവും സുഖമായി സമത്വത്തോടെ ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഒരുക്കുക എന്നതാണ്. അതിന് ഈ സമ്മേളനം ഏറ്റവും നിർണായകമാണ്. 4 ദിവസം കൊണ്ട് ഞങ്ങൾ ഏറ്റവും ശക്തമായിട്ടുള്ള തീരുമാനമെടുത്ത് ഏറ്റവും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ശരി, എന്തായാലും വരുന്ന 4 ദിവസം, നാളെ മുതൽ എനിക്ക് പിറകിൽ കാണുന്ന ഈ C കേശവൻ സ്മാരക ഹാളിൽ CPM-ന്റെ വിവിധ ഘടകങ്ങളിൽ നിന്നുള്ള 486 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സംസ്ഥാന സമ്മേളനം ആരംഭിക്കുകയാണ്. CPM-നെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സമ്മേളനം. അതിൻ്റെ വിവരങ്ങളിലേക്ക് നമുക്ക് സമ്മേളനം തുടങ്ങുമ്പോൾ പോകാം. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പാനലിസ്റ്റുകൾക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം CPM സംസ്ഥാന സമ്മേളന നഗരിയിൽ നിന്ന് വിടവാങ്ങുന്നു. താങ്ക് യു.